എന്ത് ശാന്തമായ ഉറക്കം. 2 ദിവസം ക്ലാസ് ഇല്ല. അപ്പൊ എന്തായാലും നാട്ടിൽ പോവാലോ എന്ന് ആലോചിച്ചു. സാധാരണ ഞാൻ ബസ്സിലാണ് പോവാറ്, പക്ഷെ ഇന്ന് എന്റെ കൂടെ ആരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രെയിനിന് പോകാൻ തീരുമാനിച്ചു. കാരണം ഒരുപാട് സീറ്റ് ഉണ്ട്. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. എറണാകുളത്ത് ട്രെയിൻ എടുത്തപ്പോൾ തൊട്ടേ ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഇടക്കൊന്ന് കണ്ണു തുറന്നിരുന്നപ്പോൾ തൃശ്ശൂർ എത്തിയെന്ന് മനസ്സിലായി. അങ്ങനെ ഇനിയും ഗുരുവായൂരെത്താൻ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെയും കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പോഴത്തേനും ട്രെയിനിൽ ആരെയും കാണുന്നില്ല, എല്ലാവരും ഇറങ്ങിപ്പോയി കഴിച്ചു. അങ്ങനെ കഷ്ടപ്പെട്ട് ബസ്സൊക്കെ കയറി വീട്ടിലെത്തിയപ്പോഴത്തേനും വിശന്ന് പണ്ടാരടങ്ങിണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ കുളിച്ച് റെഡിയായി ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മൾ ഫിറ്റൊക്കെ എടുത്ത് ഇറങ്ങി കഴിച്ച്. സാധാരണ എനിക്ക് കല്യാണത്തിന് പോകാൻ മൂടുണ്ടാവാറില്ല, പക്ഷെ ഇന്നെന്തോ മൂടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ആ വിഷമത്തിൽ ഒരു ലോഡർ ഫ്രൈസ് ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം ആദ്യം തന്നെ നമ്മൾ പോയത് ഐ ഹോസ്പിറ്റലിലേക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് ടോക്കൺ കിട്ടി. അങ്ങനെ ഞാൻ ആ ടോക്കണിൽ എഴുതിയിരിക്കുന്ന പേര് വായിച്ചപ്പോഴാണ് ഡോക്ടർ കണ്ടിറങ്ങിയപ്പോഴത്തേനും നമുക്ക് വിശന്ന് പണ്ടാരടങ്ങി. അങ്ങനെ മാമന്റെ വീട്ടിൽ പോയി നല്ല മന്തി എല്ലാം കഴിച്ചു. അങ്ങനെ വൈകിട്ട് നമുക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു സർപ്രൈസ് പാർട്ടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഒക്കെ വന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ഉള്ള ആള്, സുനീഷ. യെസ്, നിങ്ങൾ ആ ഗ്രാജുവേഷന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആളെ മുന്നേ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സർപ്രൈസ് ആയോ എന്ന് വെച്ചാൽ ആയി, പക്ഷെ അത്രയും അങ്ങോട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. എനിവേസ് എന്തായാലും ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. സോ ഗൈസ്, ഇതാണ് എന്റെ ഈ 2 ദിവസത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് നാളെ രാവിലെ തന്നെ എറണാകുളത്ത് പോവാണ്. സോ ബൈ ഗൈസ്.